എൻ ശ്രീകുമാർ, വളരെ വലിയൊരു ദൗത്യമാണ് രാജീവ് ചന്ദ്രശേഖറിനെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വലിയൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ബി.ജെ.പി. കേരളത്തിൽ അധികാരം പിടിക്കും, ആ അധികാരത്തിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ഞാൻ നേരത്തെ അനിൽകുമാറിനോട് ചോദിച്ച പോലെ ബി.ജെ.പിയുടെ ഭാവി എത്രത്തോളം ഭദ്രമാണ് ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ? നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അധ്യക്ഷ പദവിയിലേക്ക് പുതിയൊരാൾ വരുമ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയും. അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാനുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കും. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നടത്തിയ പ്രസംഗങ്ങളും അഭിമുഖങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യം കേരളത്തിലെ NDA അധികാരത്തിൽ എത്തിക്കുന്നതാണ്. NDA അധികാരത്തിൽ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കേണ്ടി വരും. LDF UDF എന്നുള്ള ആ ഒരു മുന്നണി സംവിധാനത്തെ മറികടന്ന് ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷം പോലും അല്ലാത്ത BJP മുന്നിലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തൽക്കാലം അത് ആലോചിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല. പക്ഷേ BJPയുടെ ഒരു പ്രസിഡന്റ് അങ്ങനെ പറയുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം അങ്ങനെ പറയാൻ വിധിക്കപ്പെട്ട ഒരാളാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ അനിൽകുമാർ ഇതൊരു പുതിയ എന്തോ ഒരു BJPയിൽ ഒരു യുഗം തുടങ്ങുന്ന പോലൊക്കെ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. മാത്രമല്ല, നിങ്ങളുടെ ഹെഡിങ്ങും സുവർണകാലം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം കേരളത്തിലെ BJP നയിച്ചവരൊന്നും ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലേ എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് BJPയുടെ ഇതുവരെയുള്ള നേതാക്കൾ വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയത്തെ നമ്മൾ രാഷ്ട്രീയം കൊണ്ടാണ് നേരിടേണ്ടത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹം വളരെ മിടുക്കനാണ്, കേമനാണ്. പക്ഷേ അദ്ദേഹം നമ്മളുടെ സംഘടനാപരമായ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ സംഘടനാപരമായ പാരമ്പര്യം കുറവാണ്. അതായത് സംഘപരിവാർ ബന്ധങ്ങളോ അല്ലെങ്കിൽ BJP ബന്ധങ്ങളോ ഒന്നും അദ്ദേഹത്തിന് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഒരു 10-15 വർഷത്തെ ഒരു രാഷ്ട്രീയ പരിചയം. ടെക്നോക്രാറ്റ്, ഒരു സാങ്കേതിക വിദഗ്ധൻ എന്ന നിലയിലാണ് താങ്കൾ അറിയപ്പെടുന്നത്. പക്ഷേ ഒരു പൂർണ്ണ രാഷ്ട്രീയ നേതാവായിട്ട് താങ്കൾ മാറുകയാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാനാവുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കർണാടക തെരഞ്ഞെടുപ്പിൽ, ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചൊരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ രാജ്യസഭയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ മാത്രം അദ്ദേഹത്തെ ചുരുക്കി കാണേണ്ട എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുകയുണ്ടായി. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വേണ്ടത്ര എക്സ്പീരിയൻസ്, അനുഭവ പരിചയമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസ്യതയെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെ അല്ലല്ലോ നമ്മളിവിടെ കുറിച്ച് പറയുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രസിഡന്റ്, BJPയുടെ പുതിയ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമ്മൾ വിലയിരുത്തുമ്പോൾ വ്യക്തിപരമായ ചില കാര്യങ്ങളും വ്യക്തിവിശേഷങ്ങളും നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളാണ്. അക്കാലത്ത് അന്ന് എനിക്കൊരു കോൺഗ്രസ് പക്ഷമുള്ള ഒരു പത്രപ്രവർത്തകനാണെന്ന് ഷാനിലിന് അറിയാമല്ലോ. അപ്പോൾ അന്ന് ഞാനും പറഞ്ഞത്, ശശി തരൂർ ഒരിക്കലും കോൺഗ്രസിൻ്റെ AICC അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം അതിന് ഒരു പ്രാഥമിക യോഗ്യത നേടിയിട്ടില്ല എന്നാണ്. കാരണം അദ്ദേഹം ഒരു പാർലമെൻറ്റേറിയനാണ്, ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസിൽ താല്പര്യമുള്ള ഒരാളാണ്. അതുപോലെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റോ വ്യവസായിയോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയോ ഒക്കെയാണ്. മാത്രമല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹം കേമനാണ്, സംശയമില്ല. പക്ഷേ സംഘടനാപരമായ രാഷ്ട്രീയം എന്ന് ഞാൻ പറയുമ്പോൾ കേരളത്തിലെ BJPയുടെ ഇന്നത്തെ അവസ്ഥ കൂടെ നമ്മൾ പരിശോധിക്കണം ശ്രീ നമ്പ്യാർ. അതായത് എന്തുകൊണ്ടാണ് കേരളത്തിലെ BJPയിലെ തുല്യരായ ഒരുപാട് നേതാക്കളുണ്ട്.
അതിലൊന്നാമൻ പ്രൈമസ് ഇൻട്രസ്റ്റ് നമ്മൾ പറയും, അതായത് തുല്യരിൽ ഒന്നാമനായിട്ട് ഒരാളെ കണ്ടെത്താൻ കേന്ദ്ര BJP നേതൃത്വത്തിന് സാധിച്ചില്ല. പകരം അവർ ഒരു കേരളത്തിലെ BJPയുടെ സംഘടനാപരമായ പാരമ്പര്യവുമായി ബന്ധമില്ലാത്ത ഒരാളെ കൊണ്ടുവരികയാണ്. ആ ആൾ കേന്ദ്ര BJP നേതൃത്വവുമായി വളരെ താതാത്മ്യം പ്രാപിച്ച വളരെ അടുപ്പമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ BJP നേതാക്കൾ കുറച്ച് കാലത്തേക്ക് മിണ്ടാതിരുന്നേക്കാം. പക്ഷേ എത്ര കാലം അവരുടെ ആ ഒരു ആത്മസംഘർഷം അവർ ഉള്ളിൽ ഒതുക്കി കഴിയുന്നുള്ളതാണ്. അതിന് പൊട്ടിത്തെറിയിലേക്ക് വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഞാനിതിൽ പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടണം എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ കോൺഗ്രസും CPM-ഉം BJP-യും മുഖ്യ കക്ഷികളായിട്ട് വരുമ്പോൾ കോൺഗ്രസും CPM-ഉം മുഖ്യ കക്ഷികളായിട്ട് വരുമ്പോൾ അവർക്കിടയിലേക്ക് കടന്നു ചെല്ലാവുന്ന ഒരു മൂന്നാം കക്ഷി ഇന്ന് BJP-യാണ്. അങ്ങനെ BJP അവിടേക്ക് വരാനുള്ള ഒരു താല്പര്യത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും അന്തരീക്ഷവും അറിയാവുന്ന കേരളത്തിലെ BJP-യുടെ നേതാക്കളെ എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വം വിശ്വാസത്തിലെടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇവിടെ B. മുരളീധരനാണെങ്കിലും PK കൃഷ്ണദാസ് വിശ്വാസത്തിലെടുക്കാത്തതിന്റെ പ്രശ്നമില്ലല്ലോ, പുതിയൊരു മുഖം വരട്ടെ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു കാണും. അതെ ഞാൻ പറഞ്ഞ പുതിയ മുഖം വരുമ്പോൾ എന്തുകൊണ്ട് ഇവിടെയുള്ള നിലവിലത്തെ നേതൃനിരയിലുള്ള മുഖങ്ങൾ അപ്രസക്തരായി? അത് ചോദ്യമല്ലേ? കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ മാറ്റിക്കൊണ്ട് ശശി തരൂരിനെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ വന്നാൽ ഇതേ ചോദ്യം ഉന്നയിക്കപ്പെടും. അതുപോലൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചതേ ഉള്ളൂ. അതിലിപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് നിയമിക്കാൻ അധികാരമില്ല എന്നുള്ളതല്ല. എന്തുകൊണ്ട് ഇവിടെയുള്ള നേതാക്കൾ തഴയപ്പെട്ടു എന്നൊരു ചോദ്യം രാഷ്ട്രീയമായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. ശ്രീ അനിൽ നമ്പ്യാർ, ഞാൻ സംസാരിക്കുന്ന ജനൻ TV-യിലാണ് എന്നുള്ള ഉറച്ച ഒരു അറിവോട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. നമ്മളൊരു രാഷ്ട്രീയ വിഷയം സംസാരിക്കുമ്പോൾ ആ രാഷ്ട്രീയ വിഷയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഉയർന്നു വരുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ BJP-യിലെ പല ഗ്രൂപ്പുകൾ, അത് BJP-യിൽ മാത്രമല്ല, ഞാൻ രാഷ്ട്രീയ കക്ഷികളിൽ ഗ്രൂപ്പ് വേണമെന്ന അഭിപ്രായക്കാരനാണ് കേട്ടോ. കാരണം രാഷ്ട്രീയ കക്ഷികളിൽ ഗ്രൂപ്പ് എത്രത്തോളം ശക്തമാകുന്നുവോ അത്രത്തോളം പാർട്ടി വളരുമെന്ന് എനിക്കൊരു നിരീക്ഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നേരെ മറിച്ച് സംഘടനാപരമായ ഗ്രൂപ്പിസം എപ്പോൾ നിലച്ചിട്ടുണ്ടോ അപ്പോൾ നേതാക്കളെല്ലാം അവരുടെ അരക്ഷിത ബോധത്തിൽ നിന്നും അവർ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പിന്നാലെ പോകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP-യിലെ ആ ഗ്രൂപ്പ് ആ ഒരു സമ്പ്രദായത്തിൽ നിന്നും മാറ്റം വരുമ്പോൾ ഇവരൊക്കെ ആരെ പിന്തുണയ്ക്കും? എല്ലാവരും രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുമോ? അതോ ഞങ്ങളൊക്കെ സുരക്ഷിതരല്ല എന്നുള്ള ഘട്ടത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ എന്തുകൊണ്ട് തഴയപ്പെട്ടു എന്നൊരു തോന്നലുണ്ടോ? ഞങ്ങളാരും പ്രസിഡന്റാകാൻ യോഗ്യരല്ലേ എന്നൊരു തോന്നലുണ്ടോ? ഇതൊക്കെ നമ്മൾ സമീപ ഭാവിയിൽ, ആസന്നമായ ഭാവിയിൽ BJP ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ഒരു വ്യവസായ പ്രമുഖനെ, ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലെ പരിചയസമ്പന്നനായ ആൾക്ക് സംഘടനാതല രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്ത് നിലപാടെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അല്ല, പക്ഷേ അത്തരം ആശങ്കകളൊക്കെ അസ്ഥാനത്താക്കി എല്ലാവരെയും ചേർത്ത് നിർത്താൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിന് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ലല്ലോ. ശരിയാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ല, താങ്കൾ പറഞ്ഞതുപോലെ വലിയ പരിചയമില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ, അത് സമ്പത്ത് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇവരെയൊക്കെ ചേർത്ത് നിർത്തി BJP ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിന് സാധിച്ചാലോ? അല്ല, അതൊരു രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നമ്മളെ ഭൂതകാലവും വർത്തമാനകാലവും അല്ലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഭാവി കാര്യം ചർച്ച ചെയ്യാൻ പറ്റുമോ? വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഭാവിയിൽ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം മറ്റേ കേന്ദ്രത്തിലെ മൂന്നാം തവണയും BJP അധികാരത്തിലെത്തിയ ഒരു രാഷ്ട്രീയം നമ്മൾ കണ്ടതല്ലേ. ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതായ സാഹചര്യം നമ്മൾ കണ്ടതല്ലേ. നേരെ മറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കേരളത്തിലെ BJPയുടെ വർത്തമാനകാല BJPയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ അവർ മുഖ്യ പ്രതിപക്ഷമാകണം ആദ്യം. ഇവിടെ K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കാലത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞൊരു ഒരു വലിയൊരു പ്രശസ്തമായ പ്രഖ്യാപനമുണ്ട്. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്നത്. എന്നിട്ട് കേരള നിയമസഭയിൽ സുരേഷ് ഗോപി BJPക്ക് എന്താണ് കുഴപ്പം? BJPയുടെ അവസ്ഥ അത് ഏറെ മെച്ചപ്പെട്ടില്ലേ? നോക്കൂ,
CPM സംസ്ഥാന സമ്മേളനം, കൊല്ലത്ത് സമാപിച്ച CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളത്തിലെ BJPയുടെ വളർച്ചയായിരുന്നു. അത് കേരളം ഭരിക്കുന്ന പാർട്ടിയെ പോലും അസ്വസ്ഥരാക്കുന്നു. BJP വളരുന്നു, അതല്ലേ നമുക്കറിയാലോ. ആ രാഷ്ട്രീയ പ്രമേയത്തിലൊക്കെ BJP പരാമർശ വിഷയമായിട്ടുണ്ട്. അപ്പോൾ വർത്തമാനകാല BJP മോശമല്ല കേട്ടോ. അങ്ങനെ പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നോക്കൂ നമ്പ്യാർ, ഒരു രാഷ്ട്രീയ കക്ഷിയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. BJP എന്നല്ല, ഒരു പാർട്ടിയും, ഏത് ചെറിയ പാർട്ടികളാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം രാഷ്ട്രീയത്തിലെ ഏത് പാർട്ടിയും പെട്ടെന്ന് വളരാം, പെട്ടെന്ന് അവസാനിക്കാം. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ BJP ഒരു കാലത്ത് എന്തായിരുന്നു, അവർക്ക് എത്ര സീറ്റ്, 2 സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിന് എത്രയോ സീറ്റ് കിട്ടി. ഇന്ന് കോൺഗ്രസ് ഒരു ഈ തവണയാണല്ലോ ഡൽഹിയിലെ NDA മറ്റേ BJPയുടെ ഭരണം, ഒറ്റയ്ക്കുള്ള ഭരണം അവസാനിപ്പിച്ചിട്ട് ഒരു NDA ഭരണം എന്ന രീതിയിലേക്ക് കോൺഗ്രസിന് എത്തിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിലാണല്ലോ. ഒരു രാഷ്ട്രീയ കക്ഷിയും നമ്മളങ്ങനെ വില കുറച്ച് കാണാൻ ഞാൻ തയ്യാറല്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, വർത്തമാനകാല രാഷ്ട്രീയത്തിലെ BJP ഒരു മുഖ്യ പ്രതിപക്ഷമല്ല. കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം ആയതിനു ശേഷമേ ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാവൂ. ഇത് അവരെന്താ ചെയ്തത്? മുഖ്യ പ്രതിപക്ഷം ആകുന്നതിന് മുമ്പേ ഭരണത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, 2 മുന്നണികൾ തമ്മിലുള്ള ഈ ഉഗ്ര പോരാട്ടത്തിനിടയിൽ BJPയുടെ സ്ഥാനം എന്താണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാവുന്നത് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്ക് ഉണ്ടായ തിരിച്ചടിയാണ്. ചിത്രത്തിലേ ഇല്ലാതിരുന്ന സ്ഥലത്ത്, പ്രതിപക്ഷത്ത് പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് BJP അധികാരത്തിലെത്തിയിട്ടുണ്ട് ഇല്ലേ? ത്രിപുരയിലൊക്കെ സംഭവിച്ചത് നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അപ്പോൾ ചിത്രത്തിലുണ്ടാവണമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കണമെന്നോ ഇല്ല. അവർക്ക് അധികാരം സ്വപ്നം കാണാം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണട്ടെ, എങ്കിലല്ലേ അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. സ്വപ്നം കാണുന്നതിൽ ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ സ്വപ്നം എത്ര വേണമെങ്കിൽ കാണാം. നമ്മളെ മുഖ്യമന്ത്രി ആകുന്നതടക്കം സ്വപ്നം കാണാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഓഫീസടക്കം പാലക്കാട് തുറക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ശ്രീധരൻ എന്തോ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല മിസ്റ്റർ നമ്പ്യാർ. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, ഇപ്പം ബംഗാളും ത്രിപുരയും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വലിയ വ്യത്യാസമുണ്ട്. കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം എന്ന് വെച്ചാൽ, ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള പരിഷ്കരണ നിയമങ്ങൾ, നവോത്ഥാന, ഇപ്പോഴത്തെ പിണറായി വിജയന്റെ നവകേരള അല്ല കേട്ടോ, നവോത്ഥാന കാലഘട്ടം, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, NSS, SNDP, ഇപ്പോഴത്തെ SNDP അല്ല, പഴയ SNDP, അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ വളർത്തിയെടുത്ത ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ മുന്നണി രാഷ്ട്രീയം ഇങ്ങനെ മാറി മാറി വന്നതൊക്കെ സംഭവിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താ വെച്ചാൽ, 2014 BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഒരു പുതിയ മുഖം BJPക്ക് കിട്ടുകയും BJPയിലേക്ക് ആളുകൾ എത്തുന്ന ഒരു തരത്തിലേക്ക് അതൊരു പ്രത്യേക സ്റ്റൈലായി, ഒരു ഫാഷൻ പോലായി മാറി BJP ചേരുക എന്നുള്ളത്. അങ്ങനെ എത്തിയ അവസ്ഥയാണ് ഇന്ന് BJP നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകം എന്നുള്ള പ്രാധാന്യമാണ് ഞാൻ ഇന്ന് BJPക്ക് കേരളത്തിൽ കാണുന്നുള്ളൂ. മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിൽ ഞാൻ അവർക്ക് യാതൊരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല. മറിച്ച് കേന്ദ്ര ഭരണമുള്ള പാർട്ടിയുടെ കേരള ഘടകം, ആ നിലയ്ക്ക് അവർക്ക് ഒരു പ്രസക്തിയുണ്ട്.